നിങ്ങളോട് ദേഷ്യമുള്ളവരെ തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ. 1. നിങ്ങളോട് ദേഷ്യമുള്ളവർ അവരുടെ മനസ്സിൽ നിങ്ങളെ ഒരു ശത്രുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കും. 2. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇവർ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. 3. നിങ്ങൾക്കുണ്ടാകുന്ന പരാജയങ്ങളിൽ ഇവർ വളരെയധികം സന്തോഷിക്കും. 4. നിങ്ങളുമായി സംസാരിക്കേണ്ട സാഹചര്യമുണ്ടായാൽ ഇവരുടെ സംസാരത്തിൽ നിങ്ങളോടുള്ള ദേഷ്യം പ്രകടമായി തന്നെ കാണാൻ സാധിക്കും. 5. അവസരം കിട്ടിയാൽ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് നിങ്ങളെ തരം താഴ്ത്തി സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. 6. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങളോടുള്ള ദേഷ്യം ഇവർ കാണിക്കും. 7. നിങ്ങളോട് സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ മുഖത്ത് നോക്കാതെ ഇത്തരക്കാർ കൂടുതലും സംസാരിക്കൂ. 8. നിവൃത്തികേട് കൊണ്ട് നിങ്ങളുടേതായ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇവരെ സമീപിക്കേണ്ടി വന്നാൽ നിങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കും. 9. നിങ്ങൾക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടാകുമ്പോൾ ഇത്തരക്കാർ സന്തോഷിക്കുന്നു എന്നത് അവരുടെ സംസാരം, പെരുമാറ്റം, മുഖഭാവം എന്നതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. 10. നിങ്ങൾ പങ്കെടുക്കുന്ന ഒരു സദസ്സിൽ വരാനോ പങ്കെടുക്കാനോ ഇത്തരക്കാർ താൽപ്പര്യം കാണിക്കില്ല. 11. നിങ്ങൾ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുന്ന വിവരം അറിഞ്ഞാൽ അത് സ്വന്തമാക്കാനോ അതിന് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്നത് തടയാനോ ഇവർ ശ്രമിക്കും. 12. നിങ്ങളോടുള്ള ദേഷ്യം ഇവർ ചിലപ്പോൾ നിങ്ങളുമായി അടുത്ത് ഇടപഴകുന്നവരുമായി പോലും കാണിക്കും. 13. നിങ്ങൾ സാമ്പത്തികമായോ മറ്റുള്ള രീതിയിലോ മെച്ചപ്പെടുന്നത് ഇത്തരക്കാർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. 14. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വരാനുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും മുടക്കണമെന്ന് ചിന്തിക്കുന്ന കടുത്ത അസൂയ ഇവർക്ക് ഉണ്ടാകും. 15. നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റോ വീഴ്ചയോ സംഭവിച്ചു പോയാൽ ആ അവസരം മുതലാക്കി ഇവർ നിങ്ങൾക്കെതിരെ തിരിയുകയും എത്രത്തോളം നിങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ പറ്റുന്നുവോ അത്രത്തോളം നിങ്ങളെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യും. 16. നിങ്ങൾ പറയുന്നതിനെല്ലാം പരിഹസിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും. 17. നിങ്ങളോടുള്ള ദേഷ്യം കൂടി നേരിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തതിലുള്ള അമർഷം ഇത്തരക്കാർ പലപ്പോഴും ഇൻഡയറക്റ്റായി പ്രകടിപ്പിക്കുന്നത് കാണാം. 18. നിങ്ങളോട് സംസാരിക്കാതിരിക്കുകയോ നിങ്ങളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുകയോ ചെയ്യും. 19. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്നത് കണ്ടാൽ ഇവർ നന്നായി സന്തോഷിക്കും. 20. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരോട് പോലും ഇവർക്ക് ദേഷ്യമായിരിക്കും. 21. എന്തെങ്കിലും ചോദിച്ചാൽ ഇവർ തർക്കുത്തരമേ പറയൂ. 22. ഇവർക്ക് നിങ്ങളോട് കടുത്ത വാശി ഉണ്ടായിരിക്കും. 23. ചിലർ നിങ്ങളോടുള്ള മുൻകാല വൈരാഗ്യം മനസ്സിൽ കാലങ്ങളോളം കൊണ്ട് നടന്ന് നിങ്ങൾക്കൊരു വീഴ്ച സംഭവിക്കുന്ന കറക്റ്റ് സമയത്ത് എടുത്ത് പ്രയോഗിക്കും. 24. ഇത്തരക്കാരുടെ ദേഷ്യം നിങ്ങളോടുള്ള അസൂയയ്ക്കും കാരണമാകുന്നു. ഓർക്കുക, ദേഷ്യം എന്നതൊരു സ്വാഭാവിക വികാരമാണെങ്കിലും ആരോടും അത് സ്ഥായിയായി കൊണ്ടു നടക്കുന്നത് നല്ലതല്ല. നിങ്ങളോട് സ്നേഹമുള്ളവരുടെ ലക്ഷണങ്ങൾ. 1. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കുകയും പരിഹാരം ആവശ്യമുള്ള കാര്യമാണെങ്കിൽ അത് നിർദ്ദേശിക്കുകയും ചെയ്യും.
2. അവരുടെ ചിന്തകളിൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ തങ്ങി നിൽക്കും. 3. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കും. 4. നിങ്ങൾക്ക് ഒരാവശ്യം വന്നാലോ ബുദ്ധിമുട്ട് വരുമ്പോഴോ പെട്ടെന്ന് ഓടിയെത്തും. 5. നിങ്ങളുടെ സന്തോഷങ്ങളിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ സങ്കടങ്ങളിലും ഉറപ്പായും കൂടെ നിൽക്കും. 6. നിങ്ങളുമായി കുറച്ചു കാലം മിണ്ടാതിരുന്നാൽ പിന്നീട് പിണക്കം മാറുമ്പോൾ പരിഭവം പങ്കുവെക്കുന്നതായി കാണാം. 7. നിങ്ങളുടെ ഫോൺ കോളുകൾക്കും സന്ദേശങ്ങൾക്കും പെട്ടെന്ന് മറുപടി തരാൻ ശ്രമിക്കും. 8. നിങ്ങളുടെ വിഷമങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം കാണുകയോ അതിന് കഴിഞ്ഞില്ലെങ്കിൽ പരിഹരിക്കാൻ ഒരു ശ്രമമെങ്കിലും നടത്തി നോക്കുകയോ ചെയ്യും. 9. നിങ്ങളെ സ്നേഹിക്കുന്നവർ മറ്റുള്ളവർക്ക് അനാവശ്യമായി കുറ്റപ്പെടുത്തുവാൻ നിങ്ങളെ വിട്ടുകൊടുക്കില്ല. 10. തീർച്ചയായും നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള വികാരവിചാരങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒരു മുൻതൂക്കം നൽകും. 11. നിങ്ങളുടെ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. 12. ചില ആളുകൾ കുറച്ചുകാലം അവരുമായി മിണ്ടാതിരുന്നാൽ പിന്നീട് പിണക്കം മാറുമ്പോൾ പെട്ടെന്ന് ദേഷ്യം കാണിക്കുകയും കുറച്ചു കഴിഞ്ഞാൽ സ്നേഹത്തോടെ പെരുമാറുന്നതായും കാണാം. 13. നിങ്ങളെ സ്നേഹിക്കുന്നവർ അവരുടെ ഇഷ്ടങ്ങളോടൊപ്പം നിങ്ങളുടെ ഇഷ്ടങ്ങൾ കൂടി പരിഗണിക്കും. 14. അവരുടെ കാര്യങ്ങളേക്കാൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. 15. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിങ്ങളെ തനിച്ചാക്കില്ല, കൂടെ നിൽക്കും. 16. പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി ചോദിക്കാനുള്ള മര്യാദ കാണിക്കും. ഓർക്കുക, ഇതൊരു ശരാശരി വിലയിരുത്തൽ മാത്രമാണ്.